ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടേ. വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയിട്ടാണ് ഇന്ന് കടയിലോട്ട് പോകുന്നത്. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഇന്ന് രാവിലെ തന്നെ എനിക്ക് നല്ല മടിയാണ്. അതുകൊണ്ട് ഞാനിന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. മക്രോണി മാത്രമേ ഉണ്ടാക്കി. മക്രോണി ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. ഞാൻ കട തുറക്കുമ്പോഴത്തേക്കും അച്ചാച്ചനും അമ്മമ്മയും വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നേ. അച്ചാച്ചൻ ചേട്ടൻ്റെ പറമ്പിൽ പോയിട്ട് വരുതാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് കയറി പോവാവേ. ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് 2 ജാതിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കേടായിപ്പോയി. ഇതെന്താ ഇങ്ങനെ മൂക്കാതെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതെന്നൊക്കെ അച്ചാച്ചൻ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുകയും പറയുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഇന്ന് പൊതുവെ ആൾക്കാരൊക്കെ കുറവാണ്. ഞാനിങ്ങനെ അന്തം കുന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കുറേ അച്ചാച്ചനോട് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, തിരക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ചാച്ചനൊക്കെ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു. ആ സമയത്താണ് അച്ചാച്ചൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് കടയിൽ കയറുന്നത് കേട്ടോ. പിന്നെ പുള്ളി അങ്ങ് തുടങ്ങിയില്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ലീലും വന്നിട്ടുണ്ടായിരുന്നേ. 11 മണിയായി കേട്ടോ. നമ്മുടെ പുള്ളി എഴുന്നേക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഫോൺ കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യം എന്നോട് തീർക്കുവാണ് കേട്ടോ. അപ്പോൾ മക്രോണിയൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആദ്യം ഫോണാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഫോണാണ് കേട്ടോ. ഇവനിപ്പോൾ ശീലമായത് കൊണ്ട് ഭയങ്കര വാശിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പുഴയിൽ പോയത് കൊണ്ട് അവന് ഫോട്ടോ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്നെ എന്താ കൊണ്ടുപോകാത്തതെന്ന് അവൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക്, ഇന്ന് തിരക്കൊന്നുമില്ലല്ലോ, ഇന്ന് ഉച്ചയ്ക്ക് കടയൊക്കെ അടച്ചിട്ട് ഞാനും ലീല ചേച്ചിനെയും കൂട്ടിയിട്ട് അല്ലയും കൂട്ടനെ പുഴ കാണിക്കാൻ കൊണ്ടുപോവാണേ. അവൻ്റെ അച്ഛനിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. എൻ്റെ കൂടെ അവൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ശരിക്കും നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷേ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അവൻ ഈ വെള്ളം കണ്ടപ്പോൾ അവൻ്റെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കേണ്ടതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ കാലൊക്കെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇരുന്നു. അവൻ്റെ നിക്കറൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അവനെ കുറേ കല്ലൊക്കെ പെറുക്കി അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങോട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്നത്. ഈ കല്ലൊക്കെ എങ്ങനെയാണ് വന്നതെന്നും ഇതെങ്ങനെയാണ് ഉരുണ്ട് വന്നതെന്നൊക്കെ ആയിട്ട് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി കേട്ടോ. അവൻ ഇതിനൊക്കെ ചെറിയ ചെറിയ മറുപടി കൊടുത്തു. ചെറിയ വെയിലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കുറേ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കളിച്ചപ്പോൾ പിന്നെ ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടൊരു പേടിയായിരുന്നു കേട്ടോ. പിന്നെ അവനും മടുത്തു തുടങ്ങി. പിന്നെ നമുക്ക് വീട്ടിൽ പോയേക്കാം, നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവൻ കതിച്ചു പോയി. ഇപ്പം പൊതുവേ നല്ല ചൂടല്ലേ, അതുകൊണ്ട് നല്ല ദാഹമുണ്ട്. ഞങ്ങളൊരു ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ 3 പേരും കൂടി കുടിച്ചങ്ങോട്ട് തീർത്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് പെട്ടെന്ന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അവൻ്റെ കാറൊക്കെ റെഡിയാക്കിക്കോണം കേട്ടോ, അവൻ്റെ അച്ഛനെ കൊണ്ട്. പിന്നെ വിശന്നപ്പം നല്ല അടിപൊളി ചോറും പിന്നെ നല്ല അടിപൊളി ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തിയും പാവയ്ക്കത്തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്ക ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി നാടൻ പാവയ്ക്കായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വോട്ട് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നെരുവലപ്പുഴ പോയിട്ട് ഞങ്ങൾ നല്ല അടിപൊളി പുഴമീനൊക്കെ വാങ്ങി. പിന്നെ കാണാവേ.